ഹായ് വ്യൂവേഴ്സ്, ലിഗീസ് ഫാഷൻ ഹാവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ സൗണ്ടിൻ്റെ ചെറിയ ഇഷ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇഷ്യൂസ് സോൾവ് ചെയ്യാവുന്ന രീതിയിൽ ഇച്ചിരി കൂടി ബെറ്ററായിട്ട് ഞാൻ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. നമ്മൾ വീട്ടിലെടുക്കുന്നതുകൊണ്ട് ചില സൗണ്ടിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഷോപ്പിൽ പോയി എടുക്കാനുള്ളൊരു സാഹചര്യം സമയമൊന്നും കിട്ടാത്തതുകൊണ്ടാണ് നമ്മളിങ്ങനെ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് കാണിക്കുന്ന കളക്ഷൻസിൽ നമ്മൾ 3 പീസ് സെറ്റ് ഉണ്ട്, 2 പീസ് സെറ്റ് ഉണ്ട്, ഫീഡിങ് ടോപ്പ് ഉണ്ട്, അജ്രക്ക് ഉണ്ട്, റോമൻ സിൽക്ക് ഉണ്ട്. അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. എല്ലാവരും തന്നെ വീഡിയോ മിസ് ചെയ്യാണ്ട് കാണാം. എല്ലാം നല്ല പാർട്ടി വെയർ കളക്ഷൻസ് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോസിലേക്ക് കിടക്കാം. ഫസ്റ്റ് വൺ ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ഈ കുർത്തിയാണ്. ഇതൊരു ഫീഡിങ് ടോപ്പാണ് കേട്ടോ. ഇത് ഫീഡിങ്കാർക്ക് ഒരു അത്യാവശ്യം ഒരു പാർട്ടി വെയർ ലെവലിൽ നിൽക്കണം എന്ന ഭയങ്കര എന്താ പറയുക, ബീഡ്സ് വർക്കോ സീക്വൻസ് വർക്കോ ഒന്നും ഇല്ലാണ്ട് സിമ്പിളായിട്ട് വേണമെന്നുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഈ ടോപ്പ് കൊണ്ടുവന്നത്. ഇതിൻ്റെ ഈ മെറ്റീരിയൽ വെച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു യെല്ലോ ടോപ്പ് ബോട്ടം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇതൊരു സിൽക്കി പ്രോപ്പർട്ടിയിൽ വരുന്നതാണ്. എക്സാക്റ്റ് സിൽക്കല്ല, കോട്ടൺ സിൽക്കാണ് കൂടിയിട്ടാണ് വരുന്നത്. ഇപ്പോൾ ഒരുപാട് ടൈപ്പ് സിൽക്ക് ഉണ്ട്. ഈ പറഞ്ഞ മാതിരി തന്നെ ജോർജറ്റുകളിൽ തന്നെ വെറൈറ്റി ജോർജറ്റ് ഉള്ള പോലെ തന്നെ സിൽക്കിൽ തന്നെ വെറൈറ്റി ഉണ്ട്. ഇതങ്ങനെ ഏതോ ഒരു കൈൻഡ് ഓഫ് സിൽക്കാണ് കേട്ടോ. സിൽക്കി അതുമാതിരി കോട്ടണുമാണ്, രണ്ടും കൂടി മിക്സാണ്. എന്നാൽ സ്ലബ് സിൽക്ക് പോലെ വടി പോലെ നിൽക്കുന്ന ഐറ്റം അല്ല, നല്ലൊരു മെറ്റീരിയലാണ്. അതിനൊരു ഗ്ലേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല രസമുള്ളൊരു യെല്ലോ ഷെയ്ഡാണ് വരുന്നത്. ഇത് ഫീഡിങ് ടോപ്പ് നമുക്ക് നോർമലി വരുന്ന ടോപ്പിനേക്കാൾ ഇച്ചിരി കൂടി നല്ല ലെങ്ത്തിലാണ് ഇത് വരുന്നത് കേട്ടോ. ഇതിൻ്റെ ലെങ്ത്ത് വിടുത്ത ഡീറ്റെയിൽസ് പറയാം. ഈ ടോപ്പിന് ലെങ്ത്ത് വരുന്നത് ഒരു 47 ആ റേഞ്ചിലേക്ക് ലെങ്ത്ത് വരുന്നുണ്ട്. ഓൾമോസ്റ്റ് ഇത് കണ്ടോ, താഴെ മുട്ടത്തൊക്കെ രീതിയിലാണ് വരുന്നത്. സ്ലീവ് ആണെങ്കിലും ഒരു 15 to 16 റേഞ്ചിൽ സ്ലീവിന് ലെങ്ത്ത് വരുന്നുണ്ട്. ഇത് ഓവറോൾ നമുക്ക് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത്. പക്ഷേ ഇത് നല്ല കട്ടിയുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ലൈനിങ്ങിൻ്റെ യാതൊരു ആവശ്യമില്ല. നെക്ക് പാറ്റേൺ ഇങ്ങനെയാണ് വരുന്നത്. എന്നിട്ട് ഇവിടെ 3 ഹിഡൻ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. ഹിഡൻ അല്ല, വുഡൻ ബട്ടണാണ് കൊടുത്തിട്ടുള്ളത്. അതുമാതിരി നമുക്ക് ഇവിടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പാകത്തിന് 2 ഡോറീസ് കൊടുത്തിട്ടുണ്ട്. ഇത്രയും ഭാഗത്ത് മാത്രം കേട്ടോ. ഇവിടെ ചെറിയ ഫ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ മാത്രം ഇത്രയും ഭാഗം മാത്രം ഫ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ബാക്കി പുറകൊക്കെ നോർമലാണ് വരുന്നത്. ഞാൻ ഇതിൻ്റെ ഒരു ക്ലോസർ വ്യൂ കാണിക്കാം. ഇതെങ്ങനെയാണ് വരുന്നത്. നല്ലൊരു മെറ്റീരിയലാണ് കേട്ടോ. നല്ല ക്ലോത്താണ്, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു ക്ലോത്താണ്. ഇത് ഇങ്ങനെ വരും. 2 സൈഡിലും ഹിഡൻ സിബ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഹിഡൻ ആണ്, കാണാൻ പറ്റില്ല. പക്ഷെ നല്ല രസമുള്ളൊരു ഐറ്റമാണ്. പുറകുവശം നോർമൽ എയർലൈൻ സ്ട്രക്ചറാണ് കേട്ടോ. വേറെ അങ്ങനെ ഞൊറിവോ ഫ്ലീറ്റ്സോ അങ്ങനെ ഒന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ലെങ്ത്ത് വരുന്നത് ഒരു 48 ഇഞ്ചോളം ലെങ്ത്ത് വേണ്ടിന്. നിങ്ങൾക്ക് എത്ര ലെങ്ത്ത് വേണ്ടാന്നുള്ളവരാണെങ്കിൽ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഒരു പാർട്ടി വെയർ ലുക്കൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ആ ഒരു ലെവലിലേക്ക് കൊണ്ടുവന്നതെന്നാണ് എനിക്ക് തോന്നണേ കേട്ടോ. നമ്മളെല്ലാം ഇതൊന്ന് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. നമുക്ക് സ്റ്റിച്ചിങ് ആയിട്ട് യാതൊരു കണക്ഷനും ഇല്ല. നമ്മൾ ഹാൻഡ് പിക്കഡ് കളക്ഷൻസാണ്, ഹോൾസെയിൽസ് ആയിട്ടും ബൾക്ക് എടുത്തിട്ട് സെയിൽ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പം ഇങ്ങനെ വരുന്നത്. ഇതിൻ്റെ സൈസ് ചാർട്ട് വരുന്നത് M, L, XL, XXL സൈസസിലാണ്. കുർത്തിയുടെ പ്രൈസ് വരുന്നത് 649 മാത്രമേ വരുന്നുള്ളൂ. നല്ലൊരു കളക്ഷനാണ്, മിസ് ചെയ്യാണ്ട് പർച്ചേസ് ചെയ്യുക. അടുത്ത കളക്ഷൻസ് കാണാം. അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ളൊരു അജ്രക്കിൻ്റെ ഐറ്റമാണ് കേട്ടോ. നമ്മളോട് വീഡിയോസിലും ഇൻഡിവിജ്വലി നമുക്ക് മെസ്സേജൊക്കെ ആയിട്ട് അയക്കുന്നത് എല്ലാവരും വേറെ കളേഴ്സ് കൊണ്ടുപോകുക, എപ്പോഴും കൊണ്ടുവരുന്ന കളേഴ്സ് കൊണ്ടുവരാതെ എന്നാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന പല ഐറ്റംസും വരുന്ന പാറ്റേൺസ് ബ്ലാക്ക്, മറൂണ്, ഗ്രീന്, വൈന് ഇങ്ങനത്തെ കളേഴ്സിലാണ് അവിടെ മാനുഫാക്ചേഴ്സ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സംഭവം വളരെ നല്ലതായതുകൊണ്ട് നമുക്കത് എടുക്കാതിരിക്കാൻ നിർവാഹമില്ല. എടുത്തുകൊണ്ട് വരുമ്പോൾ ഇങ്ങനത്തെ കളേഴ്സൊക്കെ റിപ്പീറ്റായി പോകുന്നതാണ്. ഒട്ടുമിക്ക എല്ലാത്തിലും അങ്ങനത്തെ പാറ്റേൺസാണ് വരുന്നത്. ഇപ്രാവശ്യം ഇച്ചിരി വെറൈറ്റി കളർ തോന്നിയതെന്ന് ഉള്ളത് ഈ ഒരു കളറാണ് കേട്ടോ. ഇത് ആക്ച്വലി ഒരു പീക്കോക്കിൻ്റെ ഷെയ്ഡാണ് ഇത് വരുന്നത്. പീക്കോക്കും
ഒരു കോഫി ബ്രൗൺ ടു ഡാർക്ക് മെറൂൺ ആ ഒരു കളർ കോമ്പിനേഷനിലാണ് പാച്ച് വർക്ക് വരുന്നത്. ഇത് നല്ല ഭംഗിയുള്ളൊരു കളറാണ്. നമ്മളെപ്പോഴും അങ്ങനെ കണ്ടിട്ടില്ലാത്ത, ഈ അജ്രക്കിലൊന്നും അങ്ങനെ കണ്ടിട്ടില്ലാത്തൊരു കളർ ചാർട്ടാണ് കേട്ടോ ഇത്. നല്ല രസമാണ് കാണാനായിട്ട്. അതുമാതിരി ഇത് തന്നെ യോക്ക് ഏരിയ ഇങ്ങനെ വരുന്നത് നല്ലൊരു കോമ്പിനേഷനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതെങ്ങനെ വരുന്നത് ഫുൾ അജ്രക്കിൻ്റെ പാറ്റേൺ ആണ്. എന്നിട്ട് ഇതിൻ്റെ യോക്ക് ഏരിയ ഇങ്ങനെ വരും. ഇതിനകത്ത് നല്ല ഹെവി ആയിട്ട് മിറേഴ്സിന് ചുറ്റും ത്രെഡ് വർക്ക്, അതിന് ചുറ്റും ബീഡ്സ് വർക്ക് കൊടുത്തിട്ടുള്ള ഈ ഏരിയയിലും നമ്മുടെ യോക്കിൻ്റെ ഈ ഭാഗത്ത് നല്ലോണം തന്നെ നമുക്ക് ബീഡ്സ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ബീഡ്സ് വർക്ക് ഈ കോഫിയുടെ തന്നെ മുത്തുകളൊക്കെ പിടിപ്പിച്ച് നല്ല രസമായിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇവിടെ ഒരു പൈപ്പിംഗ് ഒക്കെ പോലെ കൊടുത്ത് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു സ്റ്റിച്ചിങ് ആണ് വരുന്നത്. ഇതിന് ലെങ്ത്ത് വരുന്നത് ഒരു 44ൻ്റെ അടുത്ത്, XXL ഒക്കെ വരുമ്പോൾ 44 ആ റേഞ്ചിലേക്കാണ് കേട്ടോ. 43 to 44 ആ റേഞ്ചാണ് ലെങ്ത്ത് വരുന്നത്. എനിക്ക് ലെങ്ത്ത് കറക്റ്റാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ കുറവ് കൂടുതലൊന്നുമില്ല. പക്ഷെ നല്ല ഹൈറ്റ് ഉള്ളവർക്ക് വരുമ്പോൾ ലെങ്ത്ത് ഒരു പ്രശ്നം വരാം. അപ്പം നമ്മൾ ലെങ്ത്ത് എടുത്ത് പറയുകയാണ് കേട്ടോ. ഒരു 43 to 44 റേഞ്ചാണ് ലെങ്ത്ത് വരുന്നത്. നല്ല ഭംഗിയുള്ള കളക്ഷനാണ് കേട്ടോ. സ്ലിറ്റഡ് ആണ്, ലൈനിങ്ങോട് കൂടിയ വരുന്ന നല്ലൊരു കളർ ചാർട്ടിലാണ് വരുന്നത്. ഇതിൻ്റെ വർക്ക് ഞാൻ കാണിക്കണ്ട. ഇതൊക്കെ ബീഡ്സ് വർക്കാണ്. ഈ സെയിം കളറിൻ്റെ ബീഡ്സ് വെച്ച് ചെയ്തേക്കുന്നതാണ്. പിന്നെ ഇവിടെയൊക്കെ നമുക്ക് എന്താ പറയുക, ആൻറ്റി കട്ട് ബീഡ്സ് വെച്ചിട്ടാണ് മിറേഴ്സിന് ചുറ്റും കൊടുത്തേക്കുന്നത്. നല്ല രസമുള്ള ഒരു ഐറ്റമാണ്. കളർ വന്നിട്ട് ഇതെങ്ങനെ കേട്ടോ, ഇതെങ്ങനെയാണ് ഇതിൻ്റെ കളർ ഇരിക്കുന്നത്. സ്ലിറ്റഡ് ആണ്, ലൈനിങ്ങോട് കൂടിയ വരുന്ന കോട്ടനാണ്. സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത്. പുറകുവശം ഇങ്ങനെ വരും. M മുതൽ XXL സൈസസിലാണ് കുർത്തി അവൈലബിൾ ആയിട്ടുള്ള. പ്രൈസ് വരുന്നത് 699 ആണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു കളക്ഷനാണ്. മിസ് ചെയ്യാണ്ട് പർച്ചേസ് ചെയ്യുക. ഇതിൻ്റെ തന്നെ വേറൊരു കളറും കൂടി ഉണ്ട്, അതും കൂടി കാണാം. അടുത്ത കളർ വന്നിട്ടുള്ളത് നേരത്തെ കാണിച്ചത് ഒരു പീക്കോക്ക് ബ്ലൂ പോലത്തെ, പീക്കോക്ക് ഗ്രീൻ പോലത്തെ. ഇത് വരുന്നത് ഒരു നേവി ബ്ലൂ ആണ് കേട്ടോ. ഈ ബേസ് കളറാണ് ഞാൻ പറയുന്നത്, നേവി ബ്ലൂ ആണ്. അതുമാതിരി പാച്ച് വർക്ക് വരുന്നത് നല്ലൊരു മറൂൺ ഷെയ്ഡാണ് കേട്ടോ. അത് സെയിം, ബാക്കിയുള്ള ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ്. ഇവിടെ ഫുള്ളായിട്ട് മിറേഴ്സും ബീഡ്സ് വർക്കും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ തന്നെ ഒരു ബീഡ്സും കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല റിച്ച് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. രണ്ടും കൂടി കളർ വരുമ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ വരാം, പക്ഷെ അങ്ങനെയല്ല കേട്ടോ. ഇതൊരു പീക്കോക്കും ഇതൊരു നേവി ബ്ലൂ ആണ് കേട്ടോ. ഇതിനകത്ത് പീക്കോക്കിനകത്തൊരു മെറൂൺ പോലത്തെ പ്രിൻറ്റും ഇതിനകത്ത് ഒരു ഗ്രീൻ ഷെയ്ഡ് പോലത്തെ പ്രിൻറ്റുമാണ് വരുന്നത്. രണ്ട് കളറുകളും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇതാണ് ആ സംഭവം. ഇങ്ങനെ വരും. ഇതിനകത്തും ആ സംഭവം ഈ പറയുന്ന കട്ട് ബീഡ്സ്, ഷുഗർ ബീഡ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ മിറേഴ്സ്, എല്ലാ മിറേഴ്സും നല്ല ഒറിജിനൽ മിറേഴ്സാണ്, വലിയ മിറേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. ലെങ്ത്ത് വരുന്നത് ഈ മാതിരി 44 ആണ് വരുന്നത്. കുർത്തി സ്ലിറ്റഡ് ആണ് വരുന്നത്. ലൈനിങ്ങോട് കൂടിയ വരുന്നത് കണ്ടോ. ലൈനിങ് ഇതിൻ്റെ തന്നെ സെയിം കളറാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ നമുക്ക് എക്സാക്റ്റ് അങ്ങനെ കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്ത് പറയാനായിട്ട്. നല്ല രസമുള്ള പ്രിൻ്റാണ്. പാച്ച് വർക്കും നല്ല ഭംഗിയാണ് കാണാനായിട്ട്. M മുതൽ XXL സൈസസിലാണ് കുർത്തി അവൈലബിൾ ആയിട്ടുള്ളത്. പ്രൈസ് വരുന്നത് 699 ആണ് കേട്ടോ. ഇപ്പോൾ 2 പാറ്റേണാണ് ഈ അജ്രക്കിൻ്റെ വന്നിട്ടുള്ളത്. 2 പാറ്റേണുള്ള കളർ കോമ്പിനേഷൻ. അടുത്ത ഐറ്റം കാണാം. അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളത് നല്ല രസമുള്ളൊരു റോമൻ സിൽക്കാണ് കേട്ടോ. റോമൻ സിൽക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. ഇതിനകത്ത് ഭയങ്കര ഗ്ലേസിങ് ആണ്. ഇപ്പോൾ പല മെറ്റീരിയലിലും ചിലതിന് ഗോൾഡൻ ഷെയ്ഡ് വരും. ഇപ്പോൾ ഇതിനൊരു ബ്ലാക്കിൻ്റെ ഷെയ്ഡാണ് മിക്സ് ആയിട്ട് വരുന്നത്. ഇതിൻ്റെ കളർ ഓൾമോസ്റ്റ് പറയുകയാണെങ്കിൽ ഒരു ലാവണ്ടറും മോവ് ഷെയ്ഡൊക്കെ കൂടി മിക്സ് ആയിട്ട് വരുന്ന പോലത്തെ ഒരു കളറാണ് കേട്ടോ. നല്ല വെറൈറ്റി കളറാണ്. നമ്മളെപ്പോഴും കൊണ്ടുവരുന്ന പോലത്തെ കളറല്ല, നമ്മൾക്ക് കിട്ടാത്തത് കൊണ്ടാണ് കേട്ടോ നമ്മൾ അങ്ങനെ ബാക്കി കളേഴ്സുകളൊന്നും അങ്ങനെ എടുക്കാത്തത്. നോക്കട്ടെ, ഇനി നമ്മളങ്ങനെ പല കളേഴ്സായിട്ട് മിക്സ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റാമെന്ന് ശ്രമിക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ വരുന്നത് നല്ല രസമുള്ള ഒരു ഗോൾഡൻ്റെ ത്രെഡാണ് ഇതിൽ പോയിട്ടുള്ളത്. അതും ഇങ്ങനെ ഒരു എന്താ പറയുക, ലീഫിൻ്റെ ഡിസൈനിലാണ് പോയിട്ടുള്ളത്. ഇവിടെയൊക്കെ കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള റെയിൻബോ കട്ട് ബീഡ്സ് ആണ് കൊടുത്തേക്കുന്നത് കേട്ടോ. നല്ല റിച്ച് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. നല്ല പക്കാ പാർട്ടി വെയർ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. സ്ലിറ്റഡ് ആണ്, ലൈനിങ്ങോട് കൂടിയ വരുന്നത്. നിങ്ങൾക്ക് ആ മെറ്റീരിയൽ അത്ര റിച്ച് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. ഞാൻ ഇതിൻ്റെ ഒരു ക്ലോസർ വ്യൂ കാണിക്കാവേ. എന്നാ ഇങ്ങനെയാണ് കേട്ടോ അതിൻ്റെ വർക്ക് പോയിട്ടുള്ളത്. ഇതുണ്ടോ, ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിലാണ് ആ കട്ട് ബീഡ്സ് എല്ലാം കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. നല്ലൊരു കളറുമാണ് വരുന്നത്. നല്ല പാർട്ടി വെയറായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും.
ഓക്കെ. നമുക്ക് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് 45 ഇഞ്ച് ലെങ്ത്താണ് കേട്ടോ. 45 ഇഞ്ച് ലെങ്ത്ത്. സ്ലീവിനൊരു 14.5 to 15 റേഞ്ചിലാണ് ലെങ്ത്ത് വരുന്നത്. സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലും ബോഡി പോർഷൻ ലൈനിങ്ങോട് കൂടിയ വരുന്നത്. സെയിം കളറിലുള്ള ലൈനിങ് തന്നെ കൊടുത്തേക്കണം. നല്ല സ്റ്റാൻഡേർഡായിട്ടാണ് എല്ലാം ചെയ്തിട്ടുള്ളത് കേട്ടോ. കണ്ടോ, ഇത് മെറ്റീരിയൽ നിങ്ങൾക്ക് കയ്യിൽ കിട്ടുമ്പോഴേ മനസ്സിലാവുള്ളൂ അതിൻ്റെ ഒരു ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന്. അത്ര നല്ല റിച്ച് ആയിട്ടുള്ള അടിപൊളി ഐറ്റമാണ്. M മുതൽ XXL സൈസസിലാണ് കുർത്തി അവൈലബിൾ ആയിട്ടുള്ളത്. പ്രൈസ് വരുന്നത് 799 ആണ് കേട്ടോ. 799 രൂപയാണ് വരുന്നത്. നമുക്ക് ഇതിൻ്റെ കൂടെ ഈ കളറിലുള്ള ബോട്ടോ അല്ലെങ്കിൽ ഒരു ഗോൾഡൻ്റെ ബോട്ടൊക്കെ വെയർ ചെയ്ത് നിങ്ങൾക്ക് ഇടാവുന്നതാണ്. നമുക്ക് പാർട്ടി വെയർ ആയിട്ട് നല്ല, അപ്പോൾ പാർട്ടി വെയറിൽ നമുക്ക് ചിലർക്ക് ഭയങ്കര റിച്ചായിട്ട് വർക്കും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ആ മെറ്റീരിയലിൻ്റെ ക്ലോത്ത് കൊണ്ട് ആ ക്ലോത്തിൻ്റെ ഒരു ക്വാളിറ്റി ഇല്ലേ, അതായിരിക്കും ചിലർക്ക് ഇഷ്ടം. ഭയങ്കര വർക്കൊന്നുമില്ല, പക്ഷെ അവർക്ക് ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ളതായിരിക്കും അവർ ഇടുന്നുണ്ടാവുക. ആ ഒരു ലുക്കിലേക്കൊക്കെ പെടുത്താൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. മിസ് ചെയ്യാണ്ട് തന്നെ പർച്ചേസ് ചെയ്യുക. M മുതൽ XXL സൈസസിൽ 799 ആണ് പ്രൈസ് വരുന്നത്. ഓക്കെ, അടുത്ത കളക്ഷൻ കാണാം. അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളത് നല്ല രസമുള്ള ഒരു നല്ല ഡാർക്ക് വൈൻ ഷെയ്ഡിൽ ഒരു മുന്തിരി കളറ് അത് തന്നെയാണ് കേട്ടോ. അത് ആ ഒരു ഷെയ്ഡിൽ വരുന്ന നെറ്റ് കോട്ടയിൽ വരുന്ന ടോപ്പും ബോട്ടവും കൂടിയുള്ള സെറ്റാണ്. ഷാളില്ല, ടോപ്പ് ബോട്ടം സെറ്റാണ്. നല്ല രസമാണ് ഇതിൻ്റെ യോക്ക് ഏരിയ ചെയ്തിട്ടുള്ളത് കാണാൻ കേട്ടോ. നല്ല ഭംഗിയിൽ മെഷീൻ എംബ്രോയ്ഡറിയാണ് ചെയ്തിട്ടുള്ളത്. ചെറിയൊരു സീക്വൻസ് വർക്ക് പോലെ ഇതിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്. ഇതൊരു മൾട്ടി കളറിലാണ് ഇതിൻ്റെ യോക്ക് ഏരിയ ചെയ്തിട്ടുള്ളത്. ത്രെഡ് ഇട്ടോ നല്ല ഭംഗിയാണ് അത് കാരണം കാണാനായിട്ട്. നെക്കിൻ്റെ പാറ്റേണൊക്കെ നല്ല രസമുള്ളൊരു പാറ്റേൺ ആണ് വരുന്നത്. സ്ലിറ്റഡ് ആണ് വരുന്നത്. വൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സ്റ്റിച്ചിങ് ഒക്കെ നല്ല രസമുള്ളതാണ് ബോട്ടത്തിൻ്റെ കേട്ടോ. കുർത്തിയുടെ ലെങ്ത്ത് വരുന്നത് 46 ഇഞ്ച് ലെങ്ത്തും ബോട്ടം ഒരു 38 ഇഞ്ച് ലെങ്ത്തുമാണ് വരുന്നത്. സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലും ബോഡി പോർഷൻ ഉൾപ്പെടെ ലൈനിങ്ങിലാണ് വരുന്നത്. ബോഡി പോർഷനും അതുമാതിരി തന്നെ ബോട്ടവും നല്ല ലൈനിങ്ങിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ബോട്ടത്തിൻ്റെ നമ്മുടെ ഞാൻ കാണിക്കാം, അപ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു യോക്ക് ഏരിയ. നല്ല രസമാണ് കാണാനായിട്ട് കേട്ടോ. ഇങ്ങനെ വരും. നെക്ക് കാണാനും അതെ നല്ല രസമുള്ള ഒരു പാറ്റേൺ ആണ്. സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത്. ബോഡി പോർഷൻ ഇതാ സോഫ്റ്റ് ആയിട്ടുള്ള ക്രേപ്പിൻ്റെ ലൈനിങ് ആണ് കൊടുത്തേക്കുന്നത്. ഇത് എക്സാക്റ്റ് ഒരു നെറ്റ് കോട്ട, സോഫ്റ്റ് ആയിട്ടുള്ള ഒരു നെറ്റ് കോട്ട പാറ്റേണിൽ വരുന്ന മെറ്റീരിയലാണ് കേട്ടോ. പുറകുവശം എന്താ ഇങ്ങനെയാണ്. അങ്ങനെയാണ് അപ്പോൾ കുർത്തിയുടെ ഒരു ഓവറോൾ ലുക്ക് വരുന്നത്. ബോട്ടം വരുന്നത് നല്ല കട്ടിക്കാണ് ഇതിൻ്റെ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. കണ്ടോ നല്ല കട്ടിയാണ്, അത് കാരണം നല്ല പാൻറ്റാണ്. ഫ്രണ്ട് പോർഷൻ ഇതാ ഇങ്ങനെ ഒരു ബാൻഡ് പോലെ കൊടുത്തിട്ട് നമുക്കൊന്ന് ടൈ ചെയ്യാനായിട്ടൊരു ഡോറീസ് കൊടുത്തിട്ടുണ്ട്. പുറകുവശം ഇലാസ്റ്റിക് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. വൺ സൈഡ് നല്ല ഡെപ്തിൽ പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു പെൻസിൽ പാൻറ് സ്ട്രക്ചറിലാണ് ഇത് ബോട്ടം സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇവിടെ ഒരു പടി പോലെ കൊടുത്തിട്ട് ചെറിയൊരു കട്ടിങ് ഒക്കെ കൊടുത്ത് നല്ല സ്റ്റൈലായിട്ടാണ് തയ്ച്ചിട്ടുള്ളത്. നല്ല രസമുള്ള ടോപ്പ് ബോട്ടം സെറ്റാണ് വരുന്നത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 899 മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കറിയാം ഈ ഒരു ബോട്ടം നിങ്ങൾ സ്റ്റിച്ച് ചെയ്യാൻ ഒരു നിങ്ങളുടെ അടുത്തുള്ള തയ്യൽക്കടയിൽ കൊടുത്താൽ തന്നെ സെപ്പറേറ്റ് ഒരു ബോട്ടം തയ്ക്കാൻ നല്ല റേറ്റ് വരും. അതുപോലെ ടോപ്പ് ബോട്ടം ഒരു ഷാൾ തയ്ച്ചെടുക്കാൻ നല്ല റേറ്റ് വരും. ഇത് മെറ്റീരിയലും ലൈനിങ്ങും ഒക്കെ കൂടെ നമുക്ക് 899 മാത്രമേ വരുന്നുള്ളൂ. M മുതൽ XXL സൈസസിലാണ് കുർത്തി അവൈലബിൾ ആയിട്ടുള്ള പ്രൈസ് 899. അപ്പോൾ അടുത്ത കളക്ഷൻ കാണാം. അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളത് ഒരു 3 പീസ് സെറ്റാണ് കേട്ടോ. ടോപ്പ് ബോട്ടം ഷാൾ വരുന്ന സെറ്റാണ്. നല്ല രസമുള്ള എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുള്ള ഒരു ഐറ്റമാണ്. ജോർജറ്റാണ് മെറ്റീരിയൽ വരുന്നത്. ടോപ്പിനും ബോട്ടത്തിനും അത്യാവശ്യം നല്ല ലെങ്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഷാളിൻ്റെ വൺ സൈഡ് ഇതിന് മാച്ച് ആവുന്ന തരത്തിലുള്ള ഒരു എംബ്രോയ്ഡറി വർക്കും ഒരു സൈഡിൽ സ്കാലപ്പ് ബോർഡറാണ് കൊടുത്തിട്ടുള്ളത്. ഇത് ഓവറോളായിട്ട് ഇതിനകത്ത് ചെറിയ ചെറിയ എംബ്രോയ്ഡറി വർക്കും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. കുർത്തി നോർമലിനേക്കാൾ ഒരു ഇച്ചിരി സൈസ് കൂടുതലുണ്ട് കേട്ടോ. എനിക്ക് നല്ല ലൂസാണ്. അത് ഞാനൊന്ന് ഷേപ്പ് ചെയ്തിട്ടാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ജോർജറ്റാണ്. നിങ്ങൾ ഒരു സൈസ് കൂടുതൽ എടുക്കണവർ അങ്ങനെ എടുക്കണം എന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ സൈസുകളൊന്ന് കൃത്യമായിട്ടൊന്ന് ചോദിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ. നല്ല ലൂസ് ഉണ്ട് എനിക്ക്, അതുകൊണ്ടാണ് ഞാൻ പറയണത്. സ്ലീവിന് നമുക്കൊരു 16-17 ഇഞ്ചിൻ്റെ ലെങ്ത്ത് വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് എടുക്കാൻ പാകത്തിനുള്ളൂ. കാരണം നെക്കൊന്നും അങ്ങനെ ഇച്ചിരി വൈഡായിട്ട് വരുന്നതല്ല.
ഇപ്പോൾ നോർമൽ സൈസ് തന്നെ എടുത്താൽ മതിയാവും, കാരണം അതിൻ്റെ വലിയ വ്യത്യാസം വരുന്നില്ല കോട്ടൺ അപേക്ഷിച്ച്. കോട്ടണൊക്കെ ആണെങ്കിൽ ശരിക്കും നമുക്ക് എപ്പോഴും നിങ്ങൾ കറക്റ്റ് 38 ഉള്ളവരാണെങ്കിൽ ഒരു സൈസ് കൂടുതൽ എടുക്കാതിരിക്കും നല്ലത്. ഷേപ്പ് ചെയ്യണ പേടിച്ചിട്ട് നിങ്ങൾ എടുക്കാതിരിക്കാൻ ചെയ്യരുത്, അങ്ങനെ എടുക്കുകയാണ് നല്ലത്. നമുക്ക് ഇച്ചിരി ചെറുതാണെങ്കിൽ പിന്നെ യൂസ് ചെയ്യാൻ പറ്റാതെ ഇരിക്കുകയും ഇച്ചിരി വലുതാണെങ്കിൽ ഷേപ്പ് ചെയ്താൽ യൂസ് ചെയ്യുന്ന തരത്തിലേക്ക് മാറ്റാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ബെറ്റർ ഓപ്ഷൻ. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പം ഇങ്ങനെയാണ് വരുന്നത്, സ്ലിറ്റഡ് ആണ്, ലൈനിങ്ങോട് കൂടെ വരുന്നത്. ഇതിൻ്റെ ബോട്ടം വരുന്നത് സാൻഡൂണിലാണ് കേട്ടോ. ഇങ്ങനെയാണ് കുർത്തിയുടെ ഒരു ഓവറോൾ ലുക്ക് വരുന്നത്. നല്ല നൈസായിട്ടുള്ളൊരു കുർത്തിയാണ്. 3 പീസ് സെറ്റാണ് ഇതും. ഇതിൻ്റെ വേറൊരു കളറും കൂടി ഉണ്ട്, 2 കളർ കോമ്പിനേഷനിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. M മുതൽ XXL സൈസസിലാണ് കുർത്തി അവൈലബിൾ ആയിട്ടുള്ളത്. പ്രൈസ് 1099 ആണ് കേട്ടോ. ഇതിൻ്റെ ഒരു ക്ലോസർ വ്യൂ കാണിക്കാം. ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്ക് പോയിട്ടുള്ള ചെറുതായിട്ടൊരു സീക്വൻസ് വർക്കും അതുപോലെ തന്നെ നല്ല രസമുള്ളൊരു മെഷീൻ എംബ്രോയ്ഡറി വർക്കാണ് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ വരെ ജോർജറ്റാണ് മെറ്റീരിയൽ വരുന്നത്. സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലും ബോഡി പോർഷൻ നല്ല ക്രേപ്പിൻ്റെ ലൈനിങ്ങും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പുറകുവശം പ്ലെയിൻ ആണ്. ഇതാണ് കുർത്തിയുടെ ഓവറോൾ ലുക്ക് വരുന്നത്. അതുപോലെ തന്നെ ബോട്ടം വരുന്നത് യെല്ലോ ഷെയ്ഡിലുള്ള സാൻഡൂണിൻ്റെ ബോട്ടമാണ് വരുന്നത്. ഇലാസ്റ്റിക്കാണ്, ഫുൾ ഇലാസ്റ്റിക്കാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഷാള് ഞാൻ കാണിച്ചു തന്നു. ഈ ബോർഡർ വർക്ക് ഇതാ ഇങ്ങനെ നല്ല രസത്തിൽ 1 സൈഡ് ബോർഡർ വർക്കും പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് കളർ വരുന്നത്. M2XXL 1099 ആണ് റേറ്റ് വരുന്നത്. സൈസ് ഞാൻ പറഞ്ഞു നോർമൽ, ചെറിയ കറക്റ്റ് സൈസ് ഉള്ളവർ അത് തന്നെ എടുക്കായിരിക്കും ബെറ്റർ. ഇനി ഇൻ കേസ് വേറെ ഏതെങ്കിലും നിങ്ങൾക്ക് എടുക്കുമ്പോൾ ഓർഡർ എടുക്കുമ്പോൾ ചോദിച്ചാൽ മതി ടൈറ്റ് വരുന്ന രീതിയിലാണോ എന്ന്. എനിക്കങ്ങനെ തോന്നുന്നില്ല വലിയ ടൈറ്റ് വരുമെന്ന്. എന്ന് വിചാരിച്ച് നമ്മൾ എടുത്തിട്ട് പുലിവാലാക്കരുത്. നിങ്ങളുടെ യുക്തിക്ക് അനുസരിച്ച് ചെയ്യാം. ഷേപ്പ് ചെയ്താലും കുഴപ്പമില്ല. അതിന് ടൈറ്റ് ഇല്ല, അത്ര ഇടുന്നത് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അടുത്ത ഒരു സൈസ് എടുത്തോളൂ. ഞാൻ എൻ്റെ ഒരു ഇട്ടപ്പോഴത്തെ ഒരു ഒപ്പീനിയൻ വെച്ച് ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ അടുത്ത കളറുണ്ട്, അതും കൂടി കാണാം. അടുത്ത കളർ വരുന്നത് ഇതാ ഇങ്ങനെ ഒരു ലൈറ്റ് ലാവണ്ടർ ഷെയ്ഡാണ് കേട്ടോ. ഇത് നമ്മളങ്ങനെ കൊണ്ടുവരാത്ത ഒരു കളറാണ്. ഇനി നിങ്ങളെപ്പോഴും കൊണ്ടുവരുന്ന കളറിനെ മാറ്റി നമ്മൾ വേറൊരു കളറാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നല്ല രസമാണ്. സെയിം പാറ്റേൺ ആണ് വർക്ക് വരുന്നത്. ഇത് ഓൾമോസ്റ്റ് M സൈസ് എനിക്ക് കറക്റ്റ് സൈസാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ മഞ്ഞയിൽ ഒരെണ്ണത്തിലൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് എടുക്കാറുള്ളതെന്ന് വെച്ചാൽ അതുപോലെ തന്നെ എടുത്താൽ മതി കേട്ടോ. വർക്കൊക്കെ സെയിം ആണ്. അതായത് സെയിം എംബ്രോയ്ഡറി വർക്ക് നല്ല രസത്തിൽ ഒരു സൈഡിൽ എംബ്രോയ്ഡറി ചെയ്തിട്ടുണ്ട്, 1 സൈഡിൽ സ്കാലപ്പ് ബോർഡറാണ് കൊടുത്തിട്ടുള്ളത്. സ്കാലപ്പ് ബോർഡറിലാണ് പോയിട്ടുള്ളത്. കുർത്തിയുടെ ലെങ്ത്ത് വരുന്നത് ഒരു 47 ഇഞ്ച് ലെങ്ത്ത് ഉണ്ട്. ബോട്ടത്തിന് അത്യാവശ്യം നല്ല ലെങ്ത്ത് ഉണ്ട് കേട്ടോ. ഒരു 39 to 40 വരെ വരുന്നുണ്ട്. 40 എന്ന് പറയുമ്പോൾ XXLക്കൊക്കെ എത്തുമ്പോൾ 40 റേഞ്ചിലേക്ക് കിട്ടുന്നുണ്ടാവും. 38 അല്ല, എന്തായാലും 39 റേഞ്ച് നിങ്ങൾക്ക് കിട്ടും ബോട്ടത്തിന്. ഇതാണ്. പിന്നെ ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ്. ഞാൻ അതിൻ്റെ ഒരു ക്ലോസർ വ്യൂ കാണിക്കാം. എന്താ ഇങ്ങനെയാണ് വർക്ക് പോകുന്ന കാര്യങ്ങൾ കേട്ടോ. ബോട്ടം വന്നിട്ടുള്ളത് സെയിം തന്നെ സാൻഡൂണിലാണ് ബോട്ടം വരുന്നത്. ഇലാസ്റ്റിക്കാണ് കൊടുത്തിട്ടുള്ളത്. M2XXL പ്രൈസ് വരുന്നത് 1099 ആണ്. M മുതൽ XXL സൈസസിലാണ് കുർത്തി അവൈലബിൾ ആയിട്ടുള്ളത്. രണ്ടും നല്ല കളർ ചാർട്ടാണ്. നമ്മുടെ കയ്യിലില്ലാത്ത കളർ നോക്കി നിങ്ങൾക്ക് ഇതിലേതെങ്കിലും പർച്ചേസ് ചെയ്യാം കേട്ടോ. 1099 മാത്രമേ വരുന്നുള്ളൂ. ജോർജറ്റാണ് മെറ്റീരിയൽ വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കളക്ഷൻസ് വരുന്നത്. ഇതിലേതെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് വേണ്ട സൈസ് മെൻഷൻ ചെയ്ത് ചോദിക്കാം. ഇൻ കേസ് ചിലതുകളൊക്കെ പെട്ടെന്ന് തീർന്നു പോയാൽ നമുക്ക് ഇനി വരുന്ന കളക്ഷനുകളിലും ഇതുപോലെ നല്ല നല്ല കളക്ഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 3 പീസ് സെറ്റുകളും ഉണ്ട്, എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ. അപ്പോൾ പിന്നെ പുതിയത് നോക്കാവുന്നതാണ്. ഞാൻ റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ റീസ്റ്റോക്ക് ചെയ്യാം. 3 പീസുകൾ നമ്മൾ എപ്പോഴും അങ്ങനെ കൊണ്ടുവരാറില്ലാത്തതുകൊണ്ട് നമുക്ക് നല്ല എൻക്വയറീസ് ഉണ്ട്. അതുകൊണ്ടാണ് പലതും പെട്ടെന്ന് തീർന്നു പോകണേ കേട്ടോ. റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ അടുത്ത വീഡിയോകളിലായിട്ട് അത് റീസ്റ്റോക്ക് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയതായിട്ട് കാണുന്ന എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ നമ്മളൊരു കാര്യം പറയുന്നത്, നമുക്ക് ഡാമേജ് ആയ പ്രൊഡക്റ്റുകൾക്ക് മാത്രമാണ് റിട്ടേൺ പോളിസി ഉള്ളത്. നിങ്ങൾ മാൻഡേറ്ററി ആയിട്ടും വീഡിയോ ഓപ്പൺ ചെയ്യുന്നത് എടുത്ത് വയ്ക്കുക. പാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് വീഡിയോ എടുത്ത് വയ്ക്കുക കേട്ടോ. ഒക്കെ വെള്ളി വീഴാണ്. സ്പീഡിലും തിരക്കിലുമാണ് വീഡിയോസ് എടുക്കുന്നത്. പണ്ടത്തെ പോലെ നമ്മൾ ഫ്രീ ആയിട്ടില്ലല്ലോ. കൊച്ചു കരയണ കേട്ടാൽ അങ്ങനെ പടപടപ്പാണ്. കൊച്ചു എന്തിനാണ് അവൻ കരയണത്. അപ്പോൾ പെട്ടെന്ന് തീർത്തിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള തിരക്കിലാണ് നമ്മൾ തെറ്റിപ്പോകുന്നത്.
എനിക്കങ്ങനെ വലിയ പ്രൊഫഷണലി ആയിട്ടൊന്നും ചെയ്യണമെന്നൊന്നുമില്ല. ഞാൻ എൻ്റെ കസ്റ്റമേഴ്സിനെ ഞാൻ എൻ്റെ പേഴ്സണലി എനിക്കറിയാവുന്ന ഒരാളായിട്ടാണ് ഞാൻ പലപ്പോഴും വീഡിയോസ് എടുക്കാറുള്ളത്, അല്ലെങ്കിൽ അവരോട് സംസാരിക്കാറുള്ളത്. അതുകൊണ്ട് എനിക്ക് ഇച്ചിരി തെറ്റി വന്നിട്ട് സോറി പറഞ്ഞിട്ട് അത് ചെയ്യണോണ്ടൊന്നും എനിക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല. ചിലപ്പോൾ കേൾക്കണം പുതിയ ആൾക്കാർക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷെ ഞാൻ ഇങ്ങനെയാണ്, എൻ്റെ ശൈലി ഇങ്ങനെയാണ്, എനിക്ക് ഇങ്ങനെയൊക്കെ വരുള്ളൂ. എനിക്ക് പ്രൊഫഷണലി ഇങ്ങനെ ഭയങ്കരമായിട്ട് ആർട്ടിഫിഷ്യലായിട്ട് പറഞ്ഞാൽ എനിക്ക് ശരിയാവില്ല. ചിലപ്പോൾ എനിക്ക് കാണാപ്പാടം പഠിച്ച പോലെ പറയാൻ പറ്റുമായിരിക്കും, പക്ഷെ എനിക്കത് അങ്ങോട്ട് സാറ്റിസ്ഫൈഡ് അല്ല. അപ്പം എന്താണോ വായിൽ വരുന്നത് അതാണ് ഞാൻ പറയുന്നത്, അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ ഡാമേജ് ആയ പ്രൊഡക്റ്റുകൾ നിങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് അയക്കുന്നത് നമ്മൾ തിരിച്ച് വിടുന്ന അതിന് പകരം പ്രൊഡക്റ്റായിട്ടാണ് എടുക്കേണ്ടത്. നമുക്ക് പേയ്മെൻറ്റ് റിട്ടേൺസ് ഇല്ല കേട്ടോ, അതൊന്നും മനസ്സിൽ വയ്ക്കുക. പിന്നെ നിങ്ങൾക്ക് കയ്യിൽ കിട്ടി അത് നിങ്ങൾ 2 ദിവസത്തിനുള്ളിൽ അയക്കാം. ചിലരൊക്കെ 1 മന്തൊക്കെ കഴിഞ്ഞിട്ടാണ് അതിൽ ഡാമേജ് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞ് റിട്ടേൺ അയക്കുന്നത്. അങ്ങനെ നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാനുഫാക്ചറിന് തിരിച്ചു കൊടുക്കാനുള്ള ഡേറ്റ് പോലും 30 ദിവസമാണ് നമുക്ക് അവർ തരുന്നത്. അതിനുള്ളിൽ റിട്ടേൺ ചെയ്താൽ മാത്രമേ അവർ എടുക്കുള്ളൂ. അപ്പോൾ നമുക്ക് ഡാമേജ് ആയ പ്രോഡക്റ്റ് നമ്മുടെ കയ്യിൽ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് മനസ്സിൽ വെക്കണം കേട്ടോ. പിന്നെ DTDC വഴിയും ഫ്രീ ഷിപ്പിംഗ് ആണ്. പോസ്റ്റൽ വഴി നമുക്ക് കേരളത്തിനകത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ്. ഇപ്പോൾ സൗത്ത് ഇന്ത്യയിൽ നമുക്ക് പോസ്റ്റൽ വഴി ഫ്രീ ഷിപ്പിങ്ങിൽ ചെയ്യാം. രജിസ്റ്റേർഡ് പാഴ്സലായിട്ടാണ് നമ്മളത് ചെയ്യുന്നത് കേട്ടോ. അല്ലാത്തത് നമുക്ക് ചെറിയൊരു ഷിപ്പിംഗ് ചാർജ് ഉണ്ടായിരിക്കും. ഇതൊക്കെ ഒന്ന് മനസ്സിൽ വെക്കാൻ വേണ്ടി പറയുന്നതാണ്. പുതിയ ആൾക്കാർക്ക് വേണ്ടിയാണ് പറയുന്നത്, പഴയ ആൾക്കാർ സ്കിപ്പ് ചെയ്ത് കളഞ്ഞേക്കാം. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.